അടിപൊളി സാധനം തന്നെയാണ്. ഞാൻ എപ്പോഴും മൈൻഡ് ചെയ്യാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയത്. ട്രെൻഡൊക്കെ കഴിഞ്ഞു പോയിട്ട് ഞാൻ ഇച്ചിരി ലേറ്റ് ആയതൊന്നും പറയാൻ പറ്റില്ല. നൂറ്റാണ്ടുകൾക്കപ്പുറം എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും കാലമായിട്ടോ ഈ ഒരു ഐറ്റം വൈറലായിട്ട്. ഇതാ ഈ സ്റ്റെപ്പ് എത്തുമ്പോൾ ഈ പഴം മെഷ് ചെയ്യുന്ന കാണുമ്പോഴത്തേന് എനിക്ക് മനസ്സിലാവും എന്താ സംഭവം. ഞാൻ ആ വീഡിയോ അപ്പം സ്ക്രോൾ ചെയ്യുമായിരുന്നു. പക്ഷെ ഒരിക്കൽ ഉണ്ടാക്കി നോക്കിയപ്പോട്ടാ ഇത് അടിപൊളി സാധനമാണ്. അപ്പോൾ എന്താണെന്ന് മനസ്സിലായല്ലോ? കറക്റ്റ്. ഓട്സ് ബനാന ബ്രെഡോ കേക്കോ എന്ത് വേണമെങ്കിലും പറയാം. 2 പഴുത്ത റോബസ്റ്റ് പഴം നന്നായിട്ട് മെഷ് ചെയ്തെടുക്കുക. 1 കോഴിമുട്ട, അതിനകത്ത് 2-3 ടീസ്പൂൺ ഓയിൽ, കുറച്ച് വാനില എസൻസും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി 2 കപ്പ് ഓട്സ് ഒന്ന് പൊടിച്ചെടുക്കുക. ഞാനിവിടെ ഇൻസ്റ്റന്റ് ഓട്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്കില്ലേ 1 ടീസ്പൂൺ കോക്കോ പൗഡറും കുറച്ച് ബേക്കിംഗ് പൗഡറും കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ടിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി മാറ്റി വെച്ച ബനാനയുടെ മിക്സ് ഉണ്ടല്ലോ അത് അതിനകത്തോട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഈ ബാറ്ററിന്റെ കൺസിസ്റ്റൻസി ഒന്ന് ബാലൻസ് ചെയ്തെടുക്കാൻ വേണ്ടി കുറച്ച് മിൽക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാം. ഇനിയാട്ടോ എൻ്റെ ഫേവറേറ്റ് പാർട്ട്. കണ്ണ് കണ്ടതും പുതിയത് വാങ്ങിച്ചതും തീരാറായതും എല്ലാ ഐറ്റംസും വാരി പെറുക്കിയിരുന്ന സമയം. ഒട്ടും പിശുക്ക് കാണിക്കാതെ വാൾനട്ടും ആൽമണ്ടും ഒത്തിരി ഞാൻ ക്രഷ് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഷുഗർ ഒട്ടും ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ പേഷ്യൻ്റ് ഡിസ്ചാർജ് ആയി പോകുമ്പോൾ തന്നിട്ടുള്ള ഒരു ചോക്ലേറ്റ് കുറേ കാലത്ത് ഫ്രിഡ്ജിന് കൂട്ടായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. അതും കൂടി പൊടിച്ചിട്ടിട്ടുണ്ട്. ഇനി ഒരു കേക്ക് ടിൻ എടുക്കുക. അതിനകത്തോട്ട് കുറച്ച് ബട്ടർ ആഡ് ചെയ്യുക. പിന്നെ ബട്ടർ പേപ്പർ ആഡ് ചെയ്യുക. വീണ്ടും കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയ ബാറ്റർ അങ്ങോട്ട് ആഡ് ചെയ്യുക. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പം ആലിസ് ഇൻ വണ്ടർലാൻഡ് എന്ന സ്റ്റേജിലായിരുന്നേ ഇതെന്താവും, എങ്ങനെയായിരിക്കും ടേസ്റ്റ്, നന്നാവോ എന്നൊക്കെ. പിന്നെ കുക്കിംഗ് ചെയ്യുന്നക്കാളും കൂടുതൽ നമ്മൾ തിന്നുന്ന ഫുഡിൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്. കുറച്ചൊക്കെ ഐഡിയാസ് നമുക്കും അറിയായിരുന്നല്ലോ. ഈ എയർ കളയുന്നതും ടാപ്പ് ചെയ്യുന്നതും അങ്ങനെ എല്ലാ പരിപാടി. നേരത്തെ ഞാൻ കുറച്ച് ചോക്ലേറ്റും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പറയാൻ മറന്നുപോയേ. അതൊക്കെ ഒന്നിട്ട് ടോപ്പിംഗ്സ് ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് എടുക്കാം. ഞാൻ സാധാരണ ഗ്യാസിൽ വെച്ചിട്ടാട്ടോ ബേക്ക് ചെയ്തെടുത്തത്. ഒരു നോർമൽ പാത്രം ചൂടാക്കിയിട്ട് അതിനകത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ച് അതിൻ്റെ മേളിൽ വെച്ചിട്ട് ഞാൻ അടച്ചു വെച്ചാണ് ഞാൻ ബേക്ക് ചെയ്തെടുത്തത്. അതുകൊണ്ട് തന്നെ ഞാൻ ചാറ്റ് ജിപിടിയോട് ചോദിച്ചിട്ട് കറക്റ്റ് ടൈമിംഗ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരി എന്നോട് പറഞ്ഞത് ഞാൻ മൈദയല്ലല്ലോ എടുത്തിരിക്കുന്നത്, ഓട്സ് അല്ലേ, അതുകൊണ്ട് സാധാരണ കേക്ക് നിന്നിട്ട് ഒരു 10 മിനിറ്റ് എക്സ്ട്രാ എടുക്കുന്നു. അങ്ങനെ ജിപിടിൻ്റെ ഓർഡർ പ്രകാരം 45 മിനിറ്റും ഒരു എക്സ്ട്രാ 10 മിനിറ്റും ഞാൻ കറക്റ്റ് ക്ഷമയോടെ കാത്തിരുന്നത് കാരണം പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓരോ ബൈറ്റിലും ഒട്ടും ബോറാവാണ്ട് തന്നെ ചോക്ലേറ്റിൻ്റെ പീസും പഴത്തിൻ്റെ ടേസ്റ്റും ഡ്രൈ ഫ്രൂട്ട്സും അടിപൊളി. അപ്പോൾ എന്തായാലും ഡയറ്റ് ഞാൻ വാങ്ങിച്ച് വെച്ച് ഒരു പാക്കറ്റ് ഓട്സെങ്കിലും വീട്ടിലിരിപ്പുണ്ടാവും. പോയി ട്രൈ ചെയ്തോ.